എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചായയുടെ കൂടെ ഒരു അടിപൊളി ഉള്ളിവട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ സവാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 പച്ചമുളക്, ഒരു 4 പീസ് വെളുത്തുള്ളി വേണമെന്നുള്ളവർ മാത്രം എടുത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. സവാളയുടെ ഞെട്ടൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് സവാള കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് ചെറിയ കനത്തിന് ചെറിയ സ്ലൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഉള്ളിവിടെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ വളരെ നൈസായിട്ട് വേണം ഉള്ളി വെട്ടിയെടുക്കാൻ. അപ്പോൾ നമ്മൾ സവാള നല്ല ചെറിയ നൈസായിട്ട് സ്ലൈസ് പീസായിട്ട് വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക് വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ 1/2 കിലോ സവാളയ്ക്ക് ഞാനൊരു 10 പച്ചമുളകാണ് എടുത്തത്. ഉള്ളിവടയ്ക്ക് നമുക്ക് 4-5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാനൊരു 5 തണ്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില 2 തണ്ട് മതിയാവും. ഇനി നമുക്കൊരു 4 പീസ് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരു 4 പീസ് വെളുത്തുള്ളി എടുത്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടു. വെളുത്തുള്ളി നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടു. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഉള്ളിയിൽ മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള മൈദ നമ്മൾ ഉള്ളി മുറുക്കി പിടിക്കുമ്പോൾ അത് ഒന്ന് വടയിടാൻ നേരത്ത് നമുക്കൊന്ന് പരസ്പരം ഉള്ളി ഒന്ന് ഒട്ടിക്കിട്ടണം. ആ പരുവത്തിന് മാവിട്ടാൽ മതിയാവും. ഒരു 100, 150, 200 ഒരല്പം അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉള്ളി എടുക്കുന്നതിൻ്റെ അത്രയും മൈദ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി വടയാവില്ല, മൈദ വടയാവുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു 100 ഗ്രാം മൈദ ഇട്ടോട്ടെ. 100 ഗ്രാം മൈദ ഇട്ടു. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടു. ചിക്കൻ മസാല ഉള്ളിവടയ്ക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെരുംജീരകം പൊടിച്ചതാണ് ഇടുന്നത്. ഞാനിപ്പോൾ പകരം ചിക്കൻ മസാല ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പെരുംജീരകം പൊടിച്ചതോ ചിക്കൻ മസാല ഏത് വേണം ഇടാം. ഞാനൊരു 1/2 സ്പൂൺ ചിക്കൻ മസാല ഇട്ടു. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി 1 സ്പൂണോ 1/2 സ്പൂണോ അവരവരുടെ എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഇടുന്നില്ല. സോഡാപ്പൊടി ആവശ്യമുള്ളവർക്ക് 1-2 നുള്ളു സോഡാപ്പൊടി കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മാവ് വരവി എടുക്കാവുന്നതാണ്. ഞാൻ സോഡാപ്പൊടി ഇല്ലാതെ തന്നെ ഒരല്പം വെള്ളം തളിച്ചിട്ട് നമുക്ക് മാവൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരല്പം വെള്ളം, കുറേശ്ശെ വെള്ളം കുടഞ്ഞ് വേണം ഉള്ളിവടയ്ക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലൂസായി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഉള്ളിയും മൈദയും കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് അവിടെ പരുവപ്പെടുത്തിയെടുക്കണം. ഉപ്പും പൊടികളൊക്കെ ഇട്ടിട്ട് സവാള ആദ്യം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം രണ്ടാമത് മൈദമാവിട്ട് എടുക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. അപ്പം ഞാനിതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരല്പം മൈദമാവ് കൂടെ ആവശ്യമുണ്ട്. നമ്മൾ ഉള്ളി കയ്യിലോട്ട് വാരി ഉരുട്ടിയെടുക്കുമ്പോൾ പരസ്പരം ഒന്ന് ഉള്ളി ഒട്ടിപ്പിടിക്കാൻ കണക്കിനുള്ള മാവ് ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടെ മാവ് ആവശ്യമുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 200, 1/2 കിലോ പാക്കറ്റിന് നമ്മൾ 200 ഗ്രാം മാവ് മൈദ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ചേർക്കാവുന്നതാണ്. എങ്കിലും ഫുഡ് കളർ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാനിതിൽ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല.
നമ്മുടെ ഉള്ളി ഉടക്കി അല്പം നിറം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചു ഉള്ളി ഒന്ന് പരസ്പരം നമ്മൾ ഇതുപോലെ ഉരുട്ടി ബൗൾ പിടിക്കുമ്പോൾ പരസ്പരം ഉള്ളി ഒന്ന് ഒട്ടിപ്പിടിക്കാൻ കണക്കിനുള്ള മാവിട്ട് വേണം ഉള്ളി ഉടക്കി കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമ്മൾ സോഡാപ്പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ ഒരു പുളിപ്പ് വരാൻ വേണ്ടി ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചിട്ട് വേണം ഉള്ളിയോടെ ഇടാൻ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ചു. ചെറിയ ചീനച്ചട്ടിയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ഇട്ട് നോക്കാം. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് വടയിടുമ്പോൾ ഇടത് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് വടയിടുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഉള്ളിയുടെ ഒരു സൈസിന് ആവശ്യത്തിനുള്ള മാവ് നമ്മളെടുത്തിട്ട് ഇടത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയിട്ട് പതുക്കെ ഇട്ട് കൊടുക്കും. ഞാൻ ചെറിയ ഉള്ളിയോടെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വലുതായിട്ടോ ചെറുതായിട്ടോ എങ്ങനെ വേണോ ഇടാം. അതുപോലെ ഉള്ളിയോടെ ഇടുമ്പോൾ ഇതുപോലെ പരത്തി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പരത്തി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയോടെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും. ചില കടകളിലൊക്കെ ഇത് ബൗൾ പോലെ ഉരുട്ടി വലുതാക്കി ഇട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളു വേവില്ല, പുറം മാത്രമേ വേവുള്ളൂ. അത് വാങ്ങിച്ച് അനുഭവമുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്കിതിലൊരു 3 വടയെ നിൽക്കുകയുള്ളൂ. ഞാൻ ആ 3 വട ഇട്ടു. നമുക്ക് ഈ 3 വട എടുത്തിട്ട് ബാക്കിയിടാം. അപ്പോൾ നമ്മുടെ ഉള്ളിയോടെ ഇട്ടത് ഒരു സൈഡ് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടു. അപ്പോൾ നമ്മുടെ ഉള്ളിയോടെ നന്നായിട്ട് മൊരിഞ്ഞു. തീരെ നിറമില്ലാതെയല്ല, നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, എങ്കിലും അത്യാവശ്യം നിറമുണ്ട്. നമുക്കിതിനെ ഒരു എണ്ണ വാർന്നു പോകുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയുടെ മാവിടുന്ന സമയത്ത് കൂടിയ ഫ്ലെയിമിൽ വേണം വട ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി നന്നായിട്ട് വേവില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ വട എടുത്തു. ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ടെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമതിട്ട ഉള്ളിവടയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതിനെ കൂടെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഉള്ളിവടയും റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഒരല്പം കറിവേപ്പിലയോടും കൂടെ വറുത്ത് അതിനെ പുറത്തോട്ടിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ അടിപൊളി ഉള്ളിവട റെഡിയായി. നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ടില്ല, സോഡാപ്പൊടി ചേർത്തിട്ടില്ല. എന്നാലും നല്ല നിറമുണ്ട്, നന്നായിട്ട് വെന്ത് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ പരമാവധി മാക്സിമം സോഡാപ്പൊടിയും കളറും ഒന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ട് ഏത് പലഹാരം വേണോ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ അത് പലഹാരം ഇടാതെ ഒരു 30 മിനിറ്റോ 40 മിനിറ്റോ ഒരു ചെറുതായിട്ട് പുളിപ്പ് കിട്ടാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് കേടാവുന്ന ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിവട ഇടാൻ അറിഞ്ഞുകൂടാത്തവർ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളിവട കഴിച്ച് നോക്കാൻ ആളുണ്ട്. ഒരെണ്ണം ഞാനും കഴിച്ച് നോക്കാം.
ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് അടിപൊളിയായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.